ഞാൻ കൊടുങ്ങല്ലൂര് അമ്പലത്തിൽ ഞാൻ പോയിട്ടേ ഇല്ലായിരുന്നു. അപ്പം ശരിക്കും ഇങ്ങനെ പറയപ്പെടുമല്ലോ സർ, അതായത് അമ്പലത്തിൽ നിന്ന് അമ്മയുടെ വിളി ഇല്ലാതെ നമുക്ക് ചില അമ്പലങ്ങൾ അങ്ങനെയാണ്, നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ഇതുണ്ടാവില്ല. അതെ, തിരുപ്പതി, അപ്പൊ മൂകാംബിക അതുപോലെ. അപ്പൊ അങ്ങനെ ഈ പാട്ട് എനിക്ക് പാടാൻ കിട്ടിയ സമയത്ത് ഇത് പാടിക്കഴിഞ്ഞ് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ശ്യാം ധർമ്മൻ ഇല്ലേ, നമ്മുടെ വളരെ പ്രശസ്തനായ സംഗീത സംവിധായകൻ, അദ്ദേഹത്തിന്റെ പാട്ടാണ്. അപ്പൊ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ അവര് ഷൂട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് ഡാൻസേഴ്സിന്റെ കൂടെ നിന്ന് പാടുന്ന പോലെ ഷൂട്ട് ചെയ്താൽ മതി, അപ്പൊ ഇവിടെ എറണാകുളത്ത് തന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അവർ ശരി ചെയ്യാം, നല്ല പാട്ട്, മനോഹരമായ ഒരു പാട്ട്, അപ്പൊ ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു എന്നാ പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റി. കുറച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് കൊടുങ്ങല്ലൂർ വെച്ച് ഷൂട്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലോട്ട് പോയി. അപ്പം അതെനിക്ക് ഒരു വലിയൊരു ഒരു ഒരു എന്തോ ഒരു ഭാഗ്യം പോലെ തോന്നി. കാരണം അവിടെ ഞാൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് അതൊരു ഒരു അനുഗ്രഹം പോലെ, അമ്മയുടെ ഒരു അനുഗ്രഹം പോലെ അങ്ങനെ അവിടെ ചെല്ലാലോ. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല, പക്ഷെ ആ ഭാഗത്താണ്, നമ്മൾ വേറൊരു ക്ഷേത്രത്തിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് അവിടെ പോകാനും തൊഴാനും ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അമ്പലത്തിന്റെ പുറത്ത് 2-3 സീനുകൾ പാടുന്നതായിട്ട് ഇങ്ങനെ എടുത്തു. അതല്ലാതെ പിന്നെ അമ്പലത്തിന്റെ അകത്ത് പോയി ഞാൻ തൊഴുത്, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിൽ ഉള്ളിൽ പോയി തൊഴണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത് എൻ്റെ ലൈഫിൽ നടന്ന ഒരു മഹാഭാഗ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് തീർന്നിട്ട് എനിക്ക് ഒന്ന് അമ്മയെ പോയി ഒന്ന് തൊഴണം. അപ്പൊ സത്യത്തിൽ അതൊരു വല്ലാത്തൊരു മൊമെന്റ് ആണ് നമുക്ക്. ശരിക്കും ഇത്രയും ആൾക്കാർ, അവിടെ ജനക്കൂട്ടം, ആൾക്കാരൊക്കെ ഇത്രയും ഭക്തിയോടുകൂടി, എന്തോ ഭാഗ്യത്തിനാണ് ശരിക്കും കാളി കണ്ണകി എന്ന് പറഞ്ഞ പാട്ട് മീന ഭരണി സമയത്ത് തന്നെ റിലീസായത്. അപ്പൊ എൻ്റെ ഏതോ ഒരു ഭാഗ്യം, എന്തോ ഒരു നല്ലത് ചെയ്തതിന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. മനോഹരമായ ഒരു പാട്ട്. പിന്നെ MSV സാറിൻ്റെ കൂടെ ചില റിയാലിറ്റി ഷോയിൽ ജഡ്ജിങ്ങിന് ഇരുന്നതും ഒക്കെ ഞാനിപ്പോൾ അണ്ണനും ഒക്കെ ഇരുന്ന് ആ രസകരമായിട്ടുള്ള അത് ഒരു ഷാഠ്യക്കാരനാണ്. രണ്ടുപേർക്കും ഒരേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ചില കൊച്ചുങ്ങൾ പാടിയിട്ട് നമ്മുടെ ഒരു ഇത് രസമായിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞാണ്, 6 വയസ്സെന്തേ ഉള്ളൂ അവൾക്ക് അപ്പം പാടുമ്പോൾ. അപ്പോൾ സാറ് വന്നു ഇപ്പോൾ അതിന് മാർക്ക് ചോദിച്ചപ്പോൾ എൻ പാട്ട് നല്ല പാടില്ല, ഞാൻ മാർക്ക് കൊടുക്ക മാട്ടേൻ. ഞാൻ പറഞ്ഞു സാർ കൊച്ചു സാർ കോടി സാർ മാർക്ക് ശരത് നീ പേശാൻ പറ്റില്ല, സാർ കൊടുത്തതുമില്ല സാറ്. അപ്പം അതൊക്കെ കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണ് സാറിന് ചില സമയത്ത്. മറ്റൊരു റിയാലിറ്റി ഷോയിൽ ഞാനിരുന്ന സ്ഥലത്ത് ഞാനും സുജാതയും ഇതുപോലെ സാറ് വന്നു ചീഫ് ജഡ്ജായിട്ട്. അപ്പോൾ അതിനകത്തൊരു ഫാസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് കുറേ വർഷമായി. അപ്പോൾ ആ കൊച്ചൊന്ന് ഡാൻസ് ചെയ്തു. അപ്പോൾ 10 മാർക്ക്. സാറ് പറഞ്ഞു എന്നോട് കൈ വെട്ടി പോട്ടാലും 3 മാർക്ക് താൻ കൊടുക്കുമെന്ന്. ഞങ്ങൾ ആരെ കൊണ്ട് പറയിച്ചിട്ടും സാറ് പറഞ്ഞു മുടിയാത്. സാർ അങ്ങനെയാണ്, പക്ഷേ എന്ത് ജ്ഞാനസ്ഥനാണ്. അയ്യോ ഒരു നിവൃത്തിയില്ല. നമ്മൾ ഇങ്ങനെ ഉടനെ കമ്പോസ് ചെയ്യുന്ന കമ്പോസേഴ്സ് ഞാൻ കണ്ടിട്ടുള്ള MSV സാറ്, രാജാ സാറ്, രവീന്ദ്ര മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, എന്ത് കൊടുത്താലും അങ്ങ് ഉറക്കത്തിൽ വിളിച്ചിട്ട് സ്വാമി ഇതൊന്ന് അതങ്ങ് പാടിക്കോളും ഏതൊക്കെ ഒരു രാഗത്തിൽ. അതാണ് അവരൊക്കെ. അയ്യോ അങ്ങനെയുള്ള അവരൊക്കെ. മാത്രമല്ല അണ്ണാ, MSV സാറിന്റെ ഞാൻ കൂരമ്പുകൾ പടത്തിൽ പാടിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞു തരുന്നതല്ല, പിന്നെ അല്ലല്ലേ. അയ്യോ സാറൊരു 10 തവണ പല്ലവി പാടും 10ഉം 10ആയിരിക്കും. ഒരു ഫ്രെയിമാണ്, പക്ഷേ ഡിഫറെന്റ് ആയിട്ട് പോകും. സ്കെൽറ്റൻ ഒന്നാണ്, പക്ഷെ അത് ഇങ്ങനെ പാറിപ്പറന്ന്. സുശീല അമ്മയും ദാസേട്ടനും പാടാനിരിക്കുക MSV സാറിൻ്റെ പാട്ട്. അപ്പോൾ സാറ് പാടിത്തുടങ്ങി ഉഗ്രം പാട്ട്. ഞാൻ നോക്കിയപ്പോൾ അടുത്തത് വേറെണ്ണ, പിന്നെ വേറെണ്ണ. നമുക്കൊക്കെ വട്ടായി. ഒരു 7-8 തവണ ആയപ്പോൾ സുശീലാമ്മ പറഞ്ഞു നീ ഇനിപ്പാട്ടെങ്ക ഒന്ന് പാടിയിട്ട് അപ്പടി ഇറങ്ങ പഠിക്കണം. ചിരി വന്നതാണ് നാക്കിട്ട് ഇറങ്ങിപ്പോയി. അതൊക്കെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം.